വരുന്ന ഭാഗവത സപ്താഹത്തിന്റെ ഉദ്ഘാടന സഭ യോഗത്തിൽ പ്രാർത്ഥന ആലപിക്കുന്നതിനായിട്ട് ഗുരുവായൂർ ദേവസ്വം കൃഷ്ണാട്ടമാശ മുരളിയെ സ്നേഹത്തോട് കുറിച്ച് പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി വൈദ്യുതത്തിൻ്റെ കോർഡിനേറ്ററും സപ്താഹ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് രവി ചടത്തിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. ബഹുമാനായ യോഗത്തിന്റെ അധ്യക്ഷൻ പൈതൃക ഗുരുവായൂരിന്റെ സപ്താഹ സമിതിയുടെ പ്രസിഡന്റ് ഡോക്ടർ വി എം വാസുദേവൻ സർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ആരാധനായ ആയുർവേദ ഡോക്ടർമാരുടെ സംഘവുമാണ് 27-ാം തീയതി സൈനികരെ ആദരിക്കുന്ന നമ്മുടെ മേജർ രവി വരെ പങ്കെടുക്കുന്ന ദേശാഭിമാന സദസ്സ്. അതുപോലെ ഒരുപാട് കലകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളുണ്ട്. ഓരോ ദിവസവും നൃത്യങ്ങളും തിരുവാതിരക്കളിയും അതുപോലെ നരസിംഹാവതാരം അടക്കം ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ കാണാവുന്നതാണ്. നരസിംഹാവതാരം, പൂതനാമോഷം, കംസവധം, അങ്ങനെ ഓരോ പരിപാടികളും, കൃഷ്ണകുചേര സംഗമം, രുക്മിണി സ്വയംവരം അടക്കം പരിപാടികളിലൂടെ ദൃശ്യമായിട്ട് കാണുന്നതിനുള്ള അവസരം പൈതൃക ഗുരുവായൂർ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരം പരിപാടികളൊക്കെ പൈതൃകത്തിനെ സംബന്ധിച്ചിടത്തോളം സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഇതിലെ മെമ്പർമാരുടെയും അതുപോലെ ഇന്ന് വന്നിട്ടുള്ള വിശിഷ്ടാതിഥികളുടെയും ഒക്കെ സഹായ സഹകരണങ്ങളെ കൊണ്ടാണ്. അതിനുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് എൻ്റെ കർത്തവ്യം ഈ യോഗത്തിൽ സ്വാഗതം പറയുക എന്നതാണ്. അതിനായ പ്രഭാഷകനും അതുപോലെ ഭാഗവതപ്രിയനും ഒക്കെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന നിലയിലൊക്കെ അതാത് സമയങ്ങളിൽ നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന, ഉപദേശങ്ങൾ നൽകുന്ന ആരാധനായ ബഹുമാനനായ സ്വാമി ഉദിച്ചേതിന്റെ യോഗത്തിലേക്ക് സ്നേഹത്തോടുകൂടി ഇന്ന് യോഗം വിളക്കുകൊളുത്തി ആരംഭിച്ചത് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രം ഊരാളനും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗവുമായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവர்களാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം. പൈതൃക ദിനത്തോടനുബന്ധിച്ച് ഏപ്രിൽ 18-നാണ് പൈതൃക ദിനം. പൈതൃക ദിനത്തോടനുബന്ധിച്ച് പൈതൃക ഗുരുവായൂർ എല്ലാ വർഷവും ഒരു പുരസ്കാരങ്ങൾ നൽകി വരാറ്. അപ്പൊ ഇത്തവണത്തെ പൈതൃക ദിന പുരസ്കാരം നാം നൽകുന്നത് ആരാധനായ നമ്മുടെ പൈതൃക കലാക്ഷേത്രയിലെ കഥകളി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അതിനായിട്ട് മുന്നോട്ട് വന്നു. അതുപോലെ കലാമണ്ഡലത്തിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ കൂടിയായ ഇന്ന് കഥകളി രംഗത്ത് പ്രമുഖരിൽ ഒരാളായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യ സാറാണ്. അദ്ദേഹം പൈതൃക ഗുരുവായൂരിന്റെ രക്ഷാധികാരി നമ്മുടെ മാഷ് നാരായണ മാഷ്. പൈതൃകത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥലം നമുക്ക് കിട്ടാൻ, ഒരു ചെറിയ ഫ്ലാറ്റ് ആണെങ്കിൽ അത് കിട്ടാനുള്ള എല്ലാ കാരണവും ഉണ്ടായത് മാഷും കമ്പാറ്റി ടീച്ചറുമാണ്. അതായത് മാഷ യോഗത്തിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. പൈതൃക ഗുരുവായൂരിന്റെ പ്രസിഡന്റ് ചാവക്കാട് ബാറിലെ സീനിയർ അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് സി രാജഗോപാലൻ അവരുടെ യോഗത്തിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. പൈതൃക സപ്താഹ സമിതിയുടെ ട്രഷറായിട്ട് നമുക്ക് ഈ വർഷം വർക്ക് ചെയ്യുന്നത് ദിവാകരനാണ്. നമ്മുടെ ശ്രീനിവാസേട്ടനെ ഓർത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം എല്ലാം ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ശ്രീനിവാസേട്ടൻ നമ്മളോടൊപ്പം ഇല്ല. നമ്മളോടൊപ്പം മമ്മിയൂർ ദേവസ്വം ചെയർമാൻ കൂടിയാണ് ദിവാകരൻ. ഗുരുവായൂർ ദേവസ്വത്തിൽ റിട്ടയർഡ് ഹെൽത്ത് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം. അതുപോലെ വൈസ് ചെയർമാൻ നമുക്കൊക്കെ പ്രിയപ്പെട്ട പൈതൃക ഗുരുവായൂരിന്റെ ഭാരവാഹി കൂടിയായ IP രാമചന്ദ്രൻ അവരുടെ യോഗത്തിലേക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം. നമ്മളോടൊപ്പം രാധാകൃഷ്ണന്മാരായിട്ട് വന്ന കുട്ടികൾ ഇവിടെയുണ്ട്. അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത കൃഷ്ണ വിഗ്രഹം ഏന്തിയ, താലം ഏന്തിയ, ഇവിടെ
ഈ സംഭാഷണം സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാനെത്തിയിട്ടുള്ള നിങ്ങളേവരെയും പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതിൽ ഭാഗവത ധർമ്മം എന്താണെന്ന് ശ്രീ സുരബ്രഹ്മർഷി വിവരിക്കുന്നു. അവസാനത്തത് 7ാമത്തെ ദിവസം അവസാനമായപ്പോൾ സുരബ്രഹ്മർഷി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ തൃപ്തിയായോ, ഈ ജന്മത്തിൽ സാഫല്യം നേടിയോ എന്ന് ചോദിക്കുമ്പോൾ പരീക്ഷിച്ച മഹാരാജാവ് പറയുന്നു, അതെ, എനിക്ക് എൻ്റെ ജീവിതം സാർത്ഥമായി, എല്ലാ മോഹങ്ങളും ഇല്ലാതായി, മരണഭയം ഉണ്ടാവാതെ ഭജനം ചെയ്യുവാനുള്ള ഒരു ഭാഗ്യം സിദ്ധിക്കണം എന്നതാണ് ഭാഗവതത്തിൽ അവസാനമായി പറയുന്നത്. ആ ഭാഗവതം ഇവിടെ ഒഴുകുന്നു. അപ്പോൾ അന്ന് കേൾക്കുവാൻ, അത് വിവരിച്ചു തരുവാൻ ആചാര്യൻ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കുക എന്നതാണ് നമ്മുടെ ഈ അടുത്ത 7 ദിവസത്തിലെ ധർമ്മം. അതെങ്ങനെ കേൾക്കണം എന്ന് തത്വപുരാണത്തിലെ ഭാഗവത മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. വലിയ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, സഹോദരന്മാരായി ധുന്ധുകാരി എന്നും ഗോകർണൻ എന്നും 2 പേരുണ്ട്. അതിൽ ഗോകർണൻ വളരെ നല്ല ജീവിതചര്യയെ തുടർന്ന് വളരെ നല്ല മനുഷ്യനായി ജീവിച്ചു. അതിന് പകരം ധുന്ധുകാരി നേരെ ഓപ്പോസിറ്റായിട്ട് എല്ലാ വൃത്തികേടുകളും ചെയ്ത് അവസാനം കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരലോകത്തേക്ക് പോകാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. കാരണം വിശിഷ്ടമായ നല്ല ഭക്തന്മാരെ കണ്ടുകൊണ്ടാണ് എനിക്ക് യാതൊരു വിഷമവുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ ദൗത്യം ഏറ്റെടുത്തു. എപ്പോഴും സംസംഗമാണ് നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്നതെന്ന് ഞാൻ ഭാഗവതത്തിൽ വായിച്ചിട്ടുണ്ട്. ഭാഗവതത്തിൽ എല്ലാവരും എന്നെക്കാളും കൂടുതൽ കൈയാത്താക്കിയിട്ടുള്ള ആൾക്കാരാണ് സദസ്സിലും വേദിയിലും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഭാഗവതത്തിലെ തത്വചിന്താപരമായ കാര്യങ്ങൾ, കപിലോപദേശവും നവയോഗി നവയോഗി സംവാദവും, പിന്നെ അവസാനം ശ്രീകൃഷ്ണൻ ഭഗവാൻ യുദ്ധങ്ങൾക്ക് ഉപദേശിച്ച ഉദ്ധവോപദേശവും, ഇത് 3 നേരിട്ട് ആധ്യാത്മികമായിട്ടുള്ള തത്വചിന്ത മാത്രം ഉള്ളതാണ്. ബാക്കിയുള്ള കഥകൾ വേറെ. ആ കഥകളിലൊക്കെ നിഗൂഢമായ തത്വങ്ങളുണ്ടെന്ന് പറയുന്നത് പക്ഷേ പല ആൾക്കും എനിക്കൊന്നും അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഈ തത്വചിന്ത ഭാഗം പല പ്രാവശ്യം വായിച്ചിട്ട് എത്ര പ്രാവശ്യം വായിച്ചാലും പോരാ എന്ന് തോന്നുന്ന ഈ 3 ഞാൻ പറഞ്ഞ തത്വചിന്തകൾ എപ്പോഴും എനിക്ക് വളരെ പ്രയോജനം തന്നിട്ടുള്ളതാണ്. എല്ലാ സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കണം എന്ന് പറയുന്നു. പക്ഷേ പറയാൻ എളുപ്പം കഴിയും, നമുക്ക് എത്രത്തോളം അത് സാധ്യമാവും എന്നുള്ളത് ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളെല്ലാവരും എൻ്റെ സുഹൃത്ത് നേരത്തെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നമ്മളെല്ലാവരും മറ്റുള്ളവരെ അളക്കുന്ന ഒരു സ്കെയിൽ കക്ഷത്തിൽ വെച്ചാണ് നടക്കുന്നതെന്ന്. അപ്പോൾ അത്തരം സ്കെയിലുകളാണ് ആദ്യം വർക്ക് ചെയ്യുക. ഓരോരുത്തരെ കാണുമ്പോഴും നമ്മൾ ഇന്നയാൾ ഇങ്ങനെയല്ലേ, മറ്റേ ആൾ ഇങ്ങനെയല്ലേ, ഇതൊക്കെയാണ് വർക്ക് ചെയ്യുക. അദ്ദേഹത്തിലുള്ള ദിവ്യത്വമോ ഈശ്വരത്വമോ സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിൽ വരില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ ഈശ്വരത്വം എല്ലാവരും കാണുന്ന ആ ഒരു ഭാവം, പ്രത്യേകിച്ച് ഇതുമാതിരിയുള്ള സത്സംഗത്തിൽ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കുമ്പോഴും എങ്കിലും നമുക്കതുണ്ടായാൽ വളരെ നല്ലതായിരിക്കും, നമ്മുടെ ഭാവി സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് പിന്നെ കഥകൾ, നിരവധി കഥകളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ അംബരീഷൻ്റെ കഥയാണ്. കാരണം ഒരു ഭക്തനെ ദൈവം എങ്ങനെ രക്ഷിക്കുന്നുള്ളതാണ് അംബരീഷൻ്റെ കഥയിൽ കൂടി നമുക്ക് മനസ്സിലാകുന്നത്. ദുർവാസാവ് എപ്പോഴും കോപവും ശാപവും ഒക്കെ ആയിട്ട് വലിയ സന്യാസിയാണ്, മഹർഷിയാണ്. പക്ഷേ ഈ 2 ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ അംബരീഷൻ്റെ ഏകാദശി വ്രതം ഒന്ന് ശരിയാക്കിയില്ലെങ്കിൽ സമർപ്പിക്കുന്ന പുരസ്കാരമാണ്. ഭാരതത്തിന്റെ സനാതന ധർമ്മവും പൈതൃക സംസ്കാരവും സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും മുന്നിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആധ്യാത്മിക സാംസ്കാരിക സംഘടനയാണ് പൈതൃക ഗുരുവായൂർ. സാംസ്കാരികവും പുരാതനവുമായ ഭാരതീയ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വ്യക്തിമുദ്ര പതിപ്പിച്ച
പ്രതിഭകളെ പൈതൃക ഗുരുവായി പൈതൃക ദിന പുരസ്കാരം നൽകി ആദരിക്കുന്നു. 1955 മെയ് 26 ശ്രീ സി വി രാമമാര്യരുടെയും തങ്കമണി മാരാരസ്യരുടെയും പുത്രനായി ശ്രീ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം 6 വർഷത്തെ കഥകളി വേഷം ഡിപ്ലോമ ശ്രീ കെ രാമൻകുട്ടി നായർ, ശ്രീ കലാമണ്ഡലം ഗോപിയാശൻ എന്നിവരുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ചു. മാനവ വിഭവശേഷി വകുപ്പിൻ്റെ സ്കോളർഷിപ്പും 1 വർഷത്തെ സ്പെഷ്യൽ പരിശീലനവും ശ്രീ രാമൻകുട്ടി നായരുടെ കീഴിലെ പഠനവും തുടർന്നു. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഗുരുവായൂർ കഥകളി ക്ലബിൽ നിന്നും സ്വായത്തമാക്കി. അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം പച്ച, കത്തി, വെള്ളാട്ട് എന്നീ കഥകളി വേഷങ്ങളിലാണ്. ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ അമേരിക്ക, റഷ്യ, യൂറോപ്പ്, ലണ്ടൻ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ, പോർച്ചുഗൽ, ജർമ്മനി, പോളണ്ട് എന്നീ വിദേശ രാജ്യങ്ങളിൽ കഥകളി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കലകളിൽ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഡേവിഡ് ബോൺ സുവർണ പുരസ്കാരം. ജനറൽ സെക്രട്ടറി ഈ മേഖലകളിലെ നിറഞ്ഞു നിൽക്കുന്ന ആരാധനായ അധികാരികളുടെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഹരിയും വേദിയിലെ സന്നിധിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരായ സ്വാമിജി, പൈതൃക ഗുരുവായൂരിൻ്റെ സാരഥികൾ, പ്രത്യേകിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്നത് ഗുരുവായൂർ ഗുരുവായൂരപ്പനാണ്. പക്ഷേ വീണ്ടും ഒരു പേര് കേട്ടു, പൈതൃകം, ഗുരുവായൂർ പൈതൃകം. തീർച്ചയായിട്ടും ആ പൈതൃകം നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ കടമയാണെന്ന് മാത്രം പറയുകയാണ്. വേദിയിലും സദസ്സിൽ നിൽക്കുന്ന എല്ലാവരും എൻ്റെ പ്രണാമങ്ങൾ. എനിക്ക് 2 മാത്രം കാര്യം പറയാനുള്ളത്. നമ്മൾ ഇതിനു വേണ്ടിയാണ് ഈ സപ്താഹങ്ങൾ, യജ്ഞങ്ങൾ, സത്രങ്ങളൊക്കെ നടത്തുന്നത് എന്നത്. നേരത്തെ പറഞ്ഞു ഉദ്ഘാടകനെ കിട്ടിയില്ല. ഉദ്ഘാടകൻ ജസ്റ്റിസ് ദേവനാഥൻ നമ്മോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് അൺഎക്സ്പെക്റ്റഡായിട്ട് സുപ്രീം കോടതിയിൽ ഒരു ഡിസ്കഷൻ ഇന്ന് നടക്കുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും വരുന്നു. പക്ഷേ ജസ്റ്റിസ് ഭാസ്കരൻ പറഞ്ഞു, ഞാൻ പകരക്കാരനാണ്. ഗുരുവായൂരപ്പന് പകരക്കാരനല്ല, ഗുരുവായൂർ മാത്രമേ ഉള്ളൂ. ജസ്റ്റിസ് ഭാസ്കരൻ മാത്രമേ ഉള്ളൂ. അതാണ് പൈതൃകം. ഗുരുവായൂർ ശ്രീ ഭാസ്കരനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഭാസ്കരനെ. തീർച്ചയായിട്ടും പകരക്കാരനായിട്ട് കാണരുത്. പൈതൃകത്തിൻ്റെ ഒരു ഗുരുനാഥൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാമായ ഒരു മകൻ വ്യക്തിത്വമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ ആയുരാരോഗ്യ സൗഖ്യമാണ് നമ്മുടെയൊക്കെ സമ്പത്ത്. ആ ആയുരാരോഗ്യ സൗഖ്യം നേടാനാണ് പൂജനീയ സ്വാമിജി ഭാഗവതം പറഞ്ഞു തരുന്നത്. ഋഗ്വേദത്തിൽ പറയുന്നത്, മനുർഭവ, നീ മനുഷ്യനാകാൻ പഠിക്കുക, മനുഷ്യനാകുക. സത്യത്തില് സുഹൃതം ഭാഗവത സമിതി സ്വാമിജി നമുക്ക് തരുന്ന ഉപദേശങ്ങൾ അത് തന്നെയാണ്. മനുർഭവ. കഴിഞ്ഞ 10-11 വർഷം കൊണ്ട് സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം സുഹൃതം ഭാഗവത സമിതി പൈതൃകം ചെയ്യുന്നത് പോലെ തന്നെ ഏതാണ്ട് 88ഓളം കുട്ടികൾക്ക് സമൂഹ വിവാഹം നടത്തി കൊടുത്തു. ഏതാണ്ട് ഭാസ്കരൻ അതിലൊരു പാർട്ടി തന്നെയാണ്. ഞങ്ങളെക്കൂടെ തന്നെ എപ്പോഴും പ്രവർത്തിക്കുന്ന മകൻ വ്യക്തിത്വമാണ് ജസ്റ്റിസ് ഭാസ്കരൻ. ഏതാണ്ട് 600-650 ക്യാൻസർ ബാധിച്ചവർക്ക് കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകി. 10-200 വീൽ ചെയർ കൊടുത്തു. കലാകാരന്മാരെ ആദരിക്കുന്ന പരിപാടികൾ, പൈതൃകങ്ങൾ ചെയ്യുന്നതിലേക്കിടും ചെറുതായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പൈതൃകം ഗുരുവായൂർ ചെയ്യുന്ന ആ നല്ല കാര്യങ്ങൾ തുടർന്ന് നൽകാൻ ഇതിൻ്റെ പ്രവർത്തകർ, പ്രത്യേകിച്ച് അവരൊക്കെ എന്നെ പറഞ്ഞു, വേണ്ട എൻ്റെ വീട്ടിൽ എറണാകുളത്ത് ഞാൻ താമസിക്കുന്നത് രവിചേട്ടനും ശ്രീകുമാർ ചേട്ടനും മറ്റെല്ലാ ആൾക്കാരും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഡിസ്കഷൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ വരണ്ട, സുനിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. വേണ്ട. അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ സ്വാമിജി, പൂജനീയ സ്വാമിജി നിർദ്ദേശം തരുന്നത് ഞങ്ങൾ പ്രാവർത്തികമാക്കുന്നു. അതിൽ നിന്ന് ചിലർക്ക് കോപ്പിടിച്ചുകൊണ്ട് ഞാൻ പൈതൃകത്തിന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മളൊക്കെ സ്വാമിമാരുടെ ഇന്ന് സ്വാമിമാർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം. ഭാരതമായി നിലനിൽക്കണമെങ്കിൽ ഋഷീശ്വരന്മാർ എന്ത് ചെയ്തിരുന്നോ
അവരുടെ പ്രാർത്ഥന കൊണ്ട്, സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവരുടെ തപസ് കൊണ്ട്, അവരുടെ യജ്ഞം കൊണ്ടാണ് ഭാരതമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ള ചിന്ത നാം ഓരോ ബഹുമാനമായ ജസ്റ്റിസ് ഭാസ്കരൻ ഇതോടെ പ്രഭാഷണം നടത്തുന്ന യോഗാചാര്യനുമായ സംഭൂജനായ സ്വാമികൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, അമ്മമാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത്തരം ആധ്യാത്മിക ചിന്തകളിലൂടെ നാം ആരാണ്, ഈ പ്രകൃതി എവിടെ നിന്നുണ്ടായി, പ്രകൃതിയും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ്, അങ്ങനെ ശരിയായ അല്ലെങ്കിൽ നേരായ വഴിയിലേക്ക് ഇവിടെ നിൽക്കുകയാണ്. അവരെല്ലാം തന്നെ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിനായി സ്വാമിജിയെ സ്നേഹത്തോടും ആദരവോടും കൂടി ക്ഷണിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും നിവർന്നേക്കുന്ന ഓങ്കാരത്തിന് ചൊല്ലിക്കൊണ്ട് ഊർജ്ജമാണ്. കാരണം നല്ല ചൂടാണ്, പക്ഷെ അകത്ത് ഇത്തിരി ചൂട് നല്ലതാണ്. നിവർന്നേക്കുന്നത് ഓങ്കാരം എല്ലാവരും ശ്വാസത്തെ നിവർന്നിരിക്കണം, നിവർന്നിരിക്കണം, നീട്ടിരിക്കും, കാരണം ചെല്ലണം. അപ്പോഴാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുക. എവിടെ മനസ്സ് ശാന്തമാകുന്നു അവിടെ ഗുരുവായൂരപ്പൻ പ്രകടമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ നടന്നു നിൽക്കുക, ശൈവവും തുറന്നിരിക്കുക. ഒക്കെ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. വസുദേവസുതം ദേവം ഹംസചാ
ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥ പൈതൃകം എവിടെ നിന്നാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്, നമ്മുടെ മഹത്വം എന്താണ്, പൈതൃകം എന്താണെന്ന് നമ്മളെ ബോധിപ്പിക്കാനായി, ഓർമ്മിപ്പിക്കാനായി ശ്രീമദ് ഭാഗവതത്തിലൂടെ വഴികാണിക്കാനായി നമുക്കൊരു വലിയ ഭാഗ്യം, അത് ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഈ പവിത്ര ഭൂമിയിൽ നമുക്ക് ഭാഗ്യമിരിക്കുന്ന പൈതൃകം കുടുംബങ്ങൾക്ക് വലിയ അഭിനന്ദനം. രണ്ടാമത്തെ വർഷമാണ് നമുക്ക് ഈ ഭാഗവത് സപ്താഹത്തിൽ നടക്കുന്നത്. അതിന് കണ്ടുപിടിക്കുന്ന ഏറെ ആദരണീയരായ മക്കളവാസികളുടെ, അതുപോലെ തന്നെ നമുക്ക് ശ്രീമാതി ഇന്ന് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കും അതിലൂടെ ശങ്കരവിയെ വളരെ ആദരവോടെ ആദരിക്കുകയാണ് ഓർക്കുകയാണ്. കാരണം അദ്ദേഹം ദേവസ്വം കുറേ കാലം കൈകാര്യം ചെയ്തതാണ്. അതുകൊണ്ട് ഒരു കാര്യം കരുതിയിട്ടുണ്ടെന്ന് അദ്ദേഹം കടമ്പഴട്ടെ ഏറെ ബഹുമാനായ ശ്രീ മരിശ്ശേരി, അതുപോലെ തന്നെ ആദരിച്ച കഥകളി ആചാര്യൻ സുഹൃതം പ്രവർത്തകർ, അതുപോലെ ഇന്ന് ഏറെ ആധുനികരായ ഈ വേദിയിൽ അലങ്കരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, എൻ്റെ മുന്നിലുള്ള സുഹൃത്തുക്കളായ അനുഗ്രഹീതരായ സർവോപരി ആത്മബന്ധുക്കളായ നിങ്ങൾക്കെൻ്റെ സദസ്സ് കൊണ്ടിരിക്കുന്നു. നമ്മുടെ ജന്മം അത് ഒരിക്കലും തളരാനുള്ളതല്ല, തകരാനുള്ളതല്ല. ഒരു തുള്ളി വെള്ളം പോലും പാഴിലാകരുത് എന്ന് പറഞ്ഞതുപോലെ ഒരു ജന്മവും പാഴിലാകരുത്. പാഴിലായി പോകുമെന്ന് കരുതിയ ജന്മങ്ങളെല്ലാം പവിത്രമാക്കിയ പവിത്ര ഭൂമിയാണ് ഒരുപാട്. നമ്മളൊരു പക്ഷേ ഇവിടെ ഇരിക്കുമ്പോൾ കേൾക്കാത്തതായ ഭൂദാനത്തിൻ്റെയും അട്ടതിരിപ്പാടിൻ്റെയും ശബ്ദം ഈ ഗുരുവായൂരിൽ അയക്കുന്ന അവരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും അവരുടെ മനസ്സിനെ ആകെ ചാഞ്ചല്യപ്പെടുത്തിയപ്പോൾ തളർത്തിയ ആടിയിലച്ചോ ഗുരുവായൂരപ്പനെന്ന ആ നെടും തൂണിൽ പിടിച്ചുകൊണ്ട് ദുഃഖത്തിൽ നിന്ന് കരകയറി എന്ന് മാത്രമല്ല, ഭൂദാനം കൃഷ്ണ കൃഷ്ണ മുകുന്ദാനർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഈ പവിത്ര ഭൂമിയെ പാടി അവസാനം ഗുരുവായൂരപ്പനായി തീരുകയാണ്. ബ്രഹ്മസായുജ്യം കൈവരും അപ്പോഴേ. അപ്പൊ നമ്മുടെയൊക്കെ പൈതൃകം അതാണ്, നമ്മുടെയൊക്കെ ജീവന്റെ മഹത്വം അതാണ്. നമ്മളിങ്ങനെ ഈ ദേഹത്തിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നതല്ല, ദേഹത്തിനതീതമാണ്, മനസ്സിനതീതമാണ് ഒരു പവിത്രമായ നമ്മുടെ ഒരു അസ്തിത്വം. ഉദാഹരണം പട്ടതിരിപ്പാടൊക്കെ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഉറക്കം വിളിച്ചു വന്നത് സാന്ദ്രാനന്ദാവബോധാത്മകമനുഭവിക്കുക, ഒരനന്തമായ ആനന്ദ അവബോധം. ആ ആനന്ദത്തിലേക്ക് ഉള്ളൊരു തീർത്ഥയാത്രയാണ് ഈ വരുന്ന ദിവസം. 7 ദിവസം കൊണ്ട് അവരൊരു തീർത്ഥയാത്ര ചെയ്യാം. ഭാഗവതം എന്നൊരു പുസ്തകം പുറത്തു വെച്ചുകൊണ്ട്
നേരത്തെ പല കഥകളെക്കുറിച്ചുള്ള പറയുന്ന ഈ അന്തരീക്ഷ ചരിതവും അതുപോലെ തന്നെ അനവധി കഥകൾ. ഈ കഥകളിലൂടെയൊക്കെ നമ്മളെ ഒരു തീർത്ഥാടനം ചെയ്യുക. ആരാണ് ഈ തീർത്ഥാടനം ചെയ്യുന്നത്? നമ്മളാണ്. എത്തേണ്ടത് എവിടെയാണ്? അതും നമ്മുടെയാണ്. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉറപ്പു പറയുന്നു നമ്മളോട്, എൻ്റെ ഭക്തനെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഭക്തനെ ഞാൻ എന്നോട് ചേർക്കും, ഞാനാക്കി തീർക്കും. ഉദ്ധവരോട് അവസാനം പറയുന്നതാണ്, മാം അനുസ്മരണ ചിത്തം മയ്യേവ പ്രതിലീയതേ. ഞാനെന്നൊരു സാഗരത്തിലേക്ക് നിങ്ങളാകുന്ന ഒരു നീച്ചാലുകൾ ഒഴുകിയിട്ട് നമ്മൾ ഇന്ന് സമൂഹത്തിലുണ്ടല്ലോ, നമ്മൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ നിങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മഴയില്ല, അത് വേറെ കാര്യം. മഴ മുഴുവൻ ദുബായിലാണ്. ആരോഗ്യത്തിൽ നല്ല ജോക്ക് അയച്ചു, അത് നിങ്ങൾക്കൊക്കെ കിട്ടിയാണ്. അതായത് ഈ കാർമേഘം മുഴുവൻ കേരളത്തിലേക്ക് വന്നത് സത്യത്തിൽ പെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ വിഷുമഴ എന്നൊക്കെ പറയുന്ന മഴയില്ല, കർഷകർക്ക് വേണ്ടിയിട്ട്. പണ്ട് ഈ മഴ പെയ്യുമ്പോഴാണ് കർഷകർ വിത്തപ്പെടുന്ന ഒരു കാലം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടതൊക്കെ? പഴയ കാലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ വിത്തിടുക. എത്ര പേർക്ക് അറിയാം ഇതൊക്കെ? ഓർമ്മിക്കെല്ലാം വിത്തിട്ടവരാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് മനസ്സിലാവും. അപ്പൊ ഈ മഴ കേരളത്തിലേക്ക് വന്നപ്പോൾ മഴക്കാലം വെട്ടിപ്പോയി. മുഴുവൻ ബംഗാളി മാസമാണ് ഹിന്ദി പറയുന്നത്. അപ്പൊ മഴക്കാലം മനസ്സിലായി കേരളത്തിലല്ലേ പറഞ്ഞത്, വെച്ചടിച്ചു എന്നാണ് മലയാളികളിടത്തേക്ക്. അപ്പൊ മലയാളികളൊക്കെ ദുബായിലുണ്ട്, രാജ്യമാണ്. ഇപ്പൊ അവിടുത്തെ അറബികൾ മലയാളികൾക്ക് ശാസ്ത്രം കൊടുത്തിരിക്കുകയാണ്, ഒരെണ്ണം പുറത്തിറങ്ങി കൊടുക്കുന്നത്. കാരണം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ മഴക്കാരോട് തോന്നിയിട്ടില്ല, മതി അവരുടെ ജീവിതത്തിൽ വെള്ളം കണ്ടില്ല. നമ്മളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുങ്ങുന്നവരായതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. സർക്കാർ വൈകുന്നേരമായ വെള്ളത്തിൽ മുക്കും, പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ പ്രകൃതി തന്നെ ഇതിലേക്ക് മുക്കും. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് ഈ ഒരു കനത്ത ചൂടിനിടയ്ക്ക് പ്രകൃതി അതിൻ്റെ പരിണാമങ്ങളും ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ജീവിതചക്രം മുന്നോട്ട് പോകുമ്പോൾ, ജീവിതം അതിൻ്റെ യാത്ര തുടരുമ്പോൾ എല്ലാവരും ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഉപനിഷത്തിലൊക്കെ പറയും അന്ധേനേവ നീയമാണ്. ഒരു അന്ധനെ പിന്തുടരും. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സമൂഹം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. കുറെ ബ്ലൈൻഡായിട്ട് കുറെ ആളുകൾ നമ്മുടെ ഞാൻ തലമുറ നോക്കില്ല. അതാണ് ഇപ്പൊ നമുക്കൊരു കണ്ടിന്യൂസ് സൂയിസൈഡ്, പുറകിലിങ്ങനെ സൂയിസൈഡ്. ഇതെന്തുകൊണ്ട് ചോദിച്ചില്ല? ബ്രെയിൻ അങ്ങനെ ആയിരിക്കും മറ്റുള്ളവർ കാണിക്കുന്നതാണ് ജീവിതം എന്ന്. അങ്ങനെ സമയം 240 കല്യാണം അഭിപ്രായമാണ്. സത്യത്തിൽ ഇവിടെ വെച്ച് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തിയ ജീവിതം കല്യാണമാക്കാൻ ഗുരുവായൂർ നടത്തിയിരുന്നു. കല്യാണം ഗുരുവായൂർ വെച്ച് നടത്തിയത് ജീവിതം കല്യാണമാവാതെ പോയിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഗുരുവായൂരിന്റെ മുന്നിൽ വെച്ച് കല്യാണം നടത്തിയാൽ കല്യാണമാകും എന്നുള്ളത് നല്ലതാണത്. പക്ഷെ കല്യാണമാക്കിത്തരാൻ അതിന് ഭഗവാൻ പറഞ്ഞു തരുന്ന വഴികളിലൂടെ സഞ്ചരിക്കും. അപ്പൊ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന ചില വഴികൾ അത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം കല്യാണമാണ്, ജീവിതം മംഗളം. ആ വഴികൾ ആര് പറഞ്ഞാലും അതിനാണ് സപ്താഹം, അതിനാണ് ഭാഗവതം. വേദവ്യാസ മഹർഷി ഭാഗവതം എഴുതുന്ന സമയത്ത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇത് കേവലം കഥകളല്ല, ഇത് കേവലം കഥകളല്ല. കഥകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ജസ്റ്റ് നിങ്ങളൊരു മൈൻഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ, ആകർഷിക്കാൻ. കഥകളല്ല. പിന്നെ ഈ കഥകളിൽ നിന്ന് നമ്മൾ സ്വാംശീകരിക്കുന്ന ചില ജീവിത സന്ദേശങ്ങൾ, അതിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് മനസ്സിനെ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഒന്ന് വ്യത്യസ്തരായ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകേണ്ട കലക്ക് വെള്ളമല്ല, ഒരു ചളിവെള്ളമല്ല. അതിൽ നിന്ന് മാറി ഒരു നല്ല വീടുറവില്ല, നമുക്കും തെളിച്ചും മറ്റുള്ളവർക്കും ദാഹം കെടുത്തിക്കൊണ്ട് ഭഗവാൻ പറയുന്ന പോലെ ഭക്തിയാ സഞ്ചാര ഭക്തി ഉത്പ്ലവം തലും
എന്നൊക്കെ ഭാഗവതത്തിൽ പൊതുവെ ഉദ്ദേശിച്ച് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതം നമുക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമാണ്, ഒരിക്കലും ഒരു ശാപമാകാതെ, ഒരു ഭാരമാകാതെ, ഒരു ദുഃഖമാകാതെ മാറ്റണം. നാട്ടിൽ ഉണ്ടോ? മഴ പെയ്യുമ്പോൾ കരക്ക് വെള്ളം കുത്തി ഒഴുകുന്ന പോലെ ഒഴുകണമെന്നില്ല. ഒരു നീരുറവയായിക്കൂടെ, ഒന്ന് മാറി ഒഴുകിക്കൂടെ? പലരുടെയും ദാഹത്തിന് ഉപകരിക്കുന്ന ഒരു തുള്ളി വെള്ളമായി തീരാൻ, അതിനെ നമ്മുടെ ജീവിതമാക്കിയെടുക്കാൻ സാധിച്ചാൽ അത് ധന്യമല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നത്, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പക്ഷേ ലോകസംഗ്രഹം ദേവ, ഞാൻ ലോകസംഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ജീവിതം മുഴുവൻ ലോകസംഗ്രഹത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട കൃഷ്ണനെ ഇന്ന് നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾ കാണുന്നത് നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഒരു ദൈവമായിട്ടാണ്. സത്യത്തിൽ നമ്മൾ ഈ ഭാഗവതം കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കൃഷ്ണൻ എങ്ങനെ കാണണം, കൃഷ്ണനെ നമ്മൾ എങ്ങനെ കാണണം എന്ന് ഭാഗവതം നമുക്ക് കാണിച്ചു തരും. ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. ഹൗ വി ഷുഡ് സീ കൃഷ്ണ. നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ജനങ്ങൾ കാണുന്ന വഴി, കണ്ട വഴിയിലൂടെ പോവാം. എല്ലാവരും ഒഴുകുന്നു, ഞാനും അവർക്ക് ഒഴുകുക. അതിൽ നിന്ന് മാറി നിന്ന് കൃഷ്ണനെ കാണുമ്പോൾ ആ കൃഷ്ണനെ നമുക്ക് ഉദാഹരണം പോലെ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ പ്രവഹിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാണ്. ആ ഉണ്ണികൃഷ്ണനെ നമുക്ക് ഉപയോഗിക്കാം. ഭട്ടതിരിപ്പാടുന്ന അവസാനം അവിടെയല്ലേ എത്തിക്കുന്നത്? നിത്യം ചിത്തസ്ഥിരമേ പവനപുരപതേ കൃഷ്ണകാരുണ്യസിന്ധു. ആ കൃഷ്ണനെ ഉള്ളിൽ കാണാം. അങ്ങനെ നമ്മുടെ ജീവിതം ആ പൈതൃകം നേടി സുഹൃതമാക്കി, ധന്യമാക്കി, പവിത്രമാക്കി മാറ്റുക. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? ഇതൊരു, ഞാൻ പറഞ്ഞ തീർത്ഥയാത്രയാണ്. ഒരു 7 ദിവസത്തെ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി വന്നവരാണ് നിങ്ങൾ. വെറുതെ നമ്മൾ സപ്താഹം കേൾക്കാറില്ല. അപ്പൊ നിങ്ങൾ ഈ കേൾക്കുന്ന സപ്താഹത്തിലൂടെ കിട്ടുന്ന ഈ ഭാഗവതത്തിലെ അറിവും അതുപോലെ തന്നെ നിങ്ങളുടെ അനുഭവങ്ങളും തലമുറകളിലേക്ക് കുറച്ചു പേരിലേക്കെങ്കിലും പങ്കുവെക്കാൻ സാധിച്ചാൽ ഭഗവാൻ പറയും, നിങ്ങളാണ് എൻ്റെ ഭക്തന്മാർ. കാരണം തൊഴുതു പോകുന്ന ഭക്തന്മാരെക്കാൾ ഉള്ളത് പറയാൻ ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞു പറയാം, തൊഴുതു പോകുന്ന ഭക്തന്മാരെക്കാൾ ഭഗവാൻ പറയും ഈ ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും എന്ത് പ്രതിസന്ധി വന്നാലും ഉള്ളിൽ ഗുരുവായൂരത്തിന് നമ്മളെ കുറിച്ച് തളരാതെ കടന്നുപോവുകയും ഈ കരുത്ത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിക്കുന്നവരല്ല. ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ 31-ാം അധ്യായത്തിൽ കൃഷ്ണന്റെ അതിന് സ്വർഗാരോഹണം എന്നാണ് പറയാ, സ്വഭാവഗമനം എന്ന് പറയാം. സ്വർഗത്തിലേക്ക് ഭഗവാൻ പോയി എന്ന് ഭാഗവതത്തിലില്ല. സ്വഭാവഗമനം, ആ ഭഗവാൻ പോകുന്നതിന് മുമ്പ് ഭഗവാൻ വ്യാസഭഗവാൻ എഴുതി വെച്ചൊരു വരികളെന്ന് വെച്ചാൽ ഭഗവാന്റെ കാലിൽ അമ്പ് കൊണ്ട് പോവാൻ തയ്യാറായില്ല. അങ്ങനെ ഭഗവാൻ പോയി അദ്ദേഹത്തിന്റെ ആ വിഗ്രഹം പിൽക്കാലത്ത് ഒഴുകി വന്നു. അങ്ങനെയാണ് പരമശിവൻ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് സങ്കല്പം, അല്ലേ? അങ്ങനെയാണല്ലോ ഗുരുവായൂർ ക്ഷേത്ര പ്രതിഷ്ഠയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. പിന്നാണെങ്കിൽ പ്രദോഷ ദിവസം കൂടിയാണ്, നല്ലൊരു അനുഗ്രഹീത ദിവസമാണ് നമ്മൾ ഭാഗവത സപ്താഹം ആരംഭിക്കുന്നത്. ഏതായാലും ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഭഗവാൻ എങ്ങനെയായിരിക്കും ശരീരം ഉപേക്ഷിച്ചിട്ടുണ്ടാവുക? മീൻസ് ആ സന്ദർഭം എങ്ങനെയായിരിക്കും ഭഗവാന്റെ മനസ്സിലുണ്ടായി? എന്ത് ചിന്തിച്ചിട്ടാണ് ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭാഗവതം കേട്ടിട്ടുള്ളവരുണ്ടല്ലോ. ഭഗവാൻ എന്തെങ്കിലും ഓർത്തുകൊണ്ട് ആണോ, എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടാണോ ശരീരം ഉപേക്ഷിച്ചത്? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അറിയുന്നവരാരെങ്കിലും? ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ആരെങ്കിലും, ഒന്നൊരു സ്പഷ്ടമായി ചിന്തിക്കാം, ആരെങ്കിലും ഓർത്തിട്ടുണ്ടാവുമോ? ആരെങ്കിലും ഓർത്തിട്ടുണ്ടാവുമോ? നിങ്ങൾ ഭാഗവതം കേട്ടവരോടോ ചിന്തിക്കുന്നു? ആരെ 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 അയ്യോ, ഭൂമിയിലേക്ക് ഒന്നും എഴുതിയില്ല, ഭാഗവതത്തില്ല. ഞാൻ ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, സപ്താഹം കേട്ടിട്ടുണ്ടാവില്ല. അത് കേട്ടിട്ടുള്ള ആളുകളോട് ചോദിക്കുക. ഭഗവാൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് വളരെ സ്പഷ്ടമായ ക്വസ്റ്റ്യൻ, ആരെയെങ്കിലും സ്മരിച്ചിട്ടാണോ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചത്? അറിയുന്നവരുണ്ടോ? ഉദ്ധവരല്ല. ഉദ്ധവർക്ക് ഉപദേശം കൊടുത്തത്
നോക്കൂ, നമ്മൾ പലതും കേൾക്കുമ്പോൾ ഉള്ളിൽ ഉറക്കില്ല. പലതും ഭക്തന്മാരെയല്ല ഭഗവാൻ വളരെ സ്പഷ്ടമായി ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്. വരികളിലാണ് നമ്മൾ സമയം പറയണ്ട. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ. പിതാമഹനെയാണ്, ഭീഷ്മരെയാണ് ഭഗവാൻ. പാണ്ഡവരോട് പോരാടിയ ഭഗവാനെ ആയുധമെടുപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ആ ഭീഷ്മരെയാണ് ഭഗവാൻ. എന്താ കാരണം? എന്തായിരിക്കും ഭഗവാൻ ഭീഷ്മരെ ഓർക്കാൻ കാരണം? കാരണം ശരശയിൽ കടക്കുമ്പോഴും തളർന്നില്ലാതെ മാത്രമല്ല, നമ്മൾ ആലോചിച്ചു, ഐസിയിലൊക്കെ കടക്കുന്ന ഒരാളെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം? ശരത്തിൽ കിടക്കുന്ന ഭീഷ്മരെ തളർന്നില്ല എന്ന് മാത്രമല്ല, മാനസികമായി തളർന്ന യുധിഷ്ഠിരന്റെ മനസ്സിനെ പിടിച്ചുയർത്തിക്കൊണ്ട് തളർന്നിരിക്കാനുള്ള ജീവിതം അവരുടെ കർത്തവ്യം അനുഷ്ഠിച്ചുകൊണ്ട് കരുത്തോടെ, കരുതലോടെ, ധീരതയോടെ ജീവിതം നമുക്ക് വളരാനുണ്ട്. അങ്ങനെ ഒരു ഊർജ്ജം പകർന്ന്, ശക്തി പകർന്ന്, പ്രചോദനം കൊടുത്ത് ഒരു മനസ്സിൽ പരിവർത്തനം കൽപ്പിച്ചു. ആരുടെ മനസ്സാണ് പരിവർത്തനം കൽപ്പിച്ചത്? ആരുടെ മനസ്സാണ്? അതാണ് വിഷ്ണു സദസ്. ശരശയിൽ കിടന്ന് ധർമ്മപുത്രർക്ക് ഉപദേശിച്ചതാണ്, യുധിഷ്ഠിരന് ഉപദേശിച്ചതാണ് വിഷ്ണു സദസ്. ആ ഭീഷ്മരെയാണ് ഭഗവാൻ തന്റെ ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഓർത്തത്. അതെന്തേ ഓർക്കാൻ കാരണം? ഭഗവാന്റെ ജീവിതത്തിൽ ഭഗവാൻ തളർന്നിട്ടില്ല. ഭഗവാൻ തളർന്നവരെയൊക്കെ ഉയർത്തിയിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ തളരാനുള്ളതല്ല ജീവിതം. അതാണ് കൃഷ്ണൻ ആവർത്തിച്ചാവർത്തിച്ച് ഗീതയിൽ നത്തും ചോദിക്കുമായി പ്രസംഗിക്കും. തളരാനുള്ളതല്ല ജീവിതം. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കില്ല. കാരണം അവരൊക്കെ ഒരുതരം അന്ധതയിൽ ജീവിക്കുക. എന്തും നേരിടാൻ, എന്തും അവർക്ക് അഭിമുഖീകരിക്കാൻ പറ്റും. പക്ഷെ പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ എല്ലാം കൂപ്പുകുത്തി വീണ് ആത്മഹത്യയിൽ, അതുകൊണ്ടല്ലേ ആത്മഹത്യയിലേക്ക് പോകുന്നു. അതുവരെ അവർ അഹങ്കാരത്തിൽ ജീവിക്കുക, എനിക്കെന്തും നേരിടാൻ പറ്റും. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, പല മനസ്സുകളെയും നേരിടാൻ പറ്റാതെ വരുമ്പോൾ, ജീവിതത്തിൽ സംഘർഷങ്ങൾ വന്ന്, ഡിപ്രഷൻ വന്ന് അവസാനം ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് മരണമാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന അത്രയും ഹിന്ദുമതത്തിൽ തളരുന്ന ഒരു തലമുറ കൂടി വരികയാണ്. അവിടെ ഇത്തരം തളർത്താൻ ഗവൺമെന്റ് വേറെ ഭാഗത്ത് എങ്ങനെയൊക്കെ കള്ളു വിറ്റ് നമ്മുടെ ആൾക്കാരെ തളർത്താൻ പറ്റുന്ന അവർ റിസർച്ച് ചെയ്യുന്നത്. ഞാൻ ആരെയും കുറ്റം പറയില്ല. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഹിന്ദു സമൂഹം അടുത്ത തലമുറയെ ഉണർത്തി കൊണ്ടുവരേണ്ടത്. കാരണം നമ്മൾ മാത്രമാണ് ഒരു ഗ്രന്ഥത്തിൽ ജീവിക്കില്ല. മറ്റുള്ള മതങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു, ഐക്യമുണ്ട്, ഒത്തൊരുമയുണ്ട്. നമുക്ക് മാത്രം ഒത്തൊരുമയില്ല. അതുകൊണ്ടാണ് നമ്മുടെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്. ഇന്നലെ കണ്ടില്ല, തൃശ്ശൂർ പൂരം പോലീസിന്റെ ഭാഗത്തൊക്കെ ഇടപെട്ട് എന്തൊരു വൃത്തികേടാക്കാനാണ് അവർ ശ്രമിച്ചത്. ഇതെല്ലാം രാഷ്ട്രീയം പറയില്ല. കാരണം നമ്മുടെ ഹിന്ദു സമൂഹത്തിന് ഒരു ഐക്യമില്ല, ഒത്തൊരുമയില്ല. കാരണം നമുക്ക് അറിയില്ല. ഈ ആരും തൊഴുതു പോയി അവനവന്റെ സ്വാർത്ഥതയും പറഞ്ഞ് എല്ലാം ദൈവം നേരേക്ക് തരുന്നു. എനിക്കറിയില്ല കൃഷ്ണൻ എന്താ പറഞ്ഞത്. അതുകൊണ്ട് കൃഷ്ണൻ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. കൃഷ്ണനാണ് ഇവിടെ ഗുരു. കൃഷ്ണനാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കുക. കൃഷ്ണൻ അറിവ് പകർന്നില്ല. ഞങ്ങളത് ജസ്റ്റ് ഇന്റർപ്രിറ്റ് ചെയ്താണ്. ഞങ്ങളല്ല ആചാര്യൻ. ഞങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാഗവതത്തിൽ നേരെ നവയോഗി സംവാദം പറഞ്ഞുകൊണ്ട് നവയോഗി എന്നുള്ളൊരു ഭാസ്കരൻ പറയുക. അപ്പൊ നവയോഗി എന്ന് പറയുന്നത് വസുദേവരെ മാനസികമായി തളർന്നപ്പോൾ നാരദന്റെ മുന്നിൽ നിൽക്കുകയാണ്. കൃഷ്ണന്റെ പിതാവായ വസുദേവൻ. ആ സമയത്ത് നാരദൻ വസുദേവരോട് പറയുക, അങ്ങയുടെ ഈ പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം, പണ്ട് ഞാൻ മിനി മഹാരാജാവിന്റെ കൊട്ടാരത്തിലിരിക്കുന്ന നവയോഗികൾ വന്ന് ആ മിനി മഹാരാജന് ചില ഉപദേശങ്ങൾ കൊടുക്കട്ടെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അപ്പൊ അന്ന് അവിടെ നടന്നൊരു കോൺവെർസേഷൻ ഇവിടെ വീണ്ടും വസുദേവന്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന പോലെ കൃഷ്ണൻ പറഞ്ഞ ഉപദേശങ്ങൾ അവതരിപ്പിക്കുന്ന ജോലി മാത്രമേ. കൃഷ്ണൻ പറഞ്ഞ പാതയിലൂടെ പോകണം. കൃഷ്ണനെ അന്ധമായി വിശ്വസിച്ച്
എല്ലാം കൃഷ്ണൻ നടത്തുമെന്ന് കരുതിപ്പോകണം. തീരുമാനിക്കുകയാണ്. കൃഷ്ണന്റെ പാതയിലൂടെ കടന്നു പോകണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞതെന്താണ് കേൾക്കട്ടെ. അതിനാണ് ഈ ഭാഗവതം. ഭാഗവതത്തിന്റെ മഹത്വം. വേറെ എന്തൊക്കെ നമുക്ക് കിട്ടിയാലും ഭാഗവതം തരുന്ന അറിവുണ്ടല്ലോ, അത് മറ്റൊന്നിനും തുല്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വാക്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃത മോഹമഹന്ധകാര നാശംവിതായ തഥാ ഉദയതേ വിവേക. ഭാഗവതത്തിന്റെ മഹാത്മ്യത്തിൽ വരുന്ന വരികളാണ്. ഞാൻ ആ കഥയിലേക്ക് കടക്കുന്നില്ല. വാസ്തവത്തിൽ പറഞ്ഞു, നേരത്തെ ഭക്തിയിലെ കഥകളൊക്കെ പറഞ്ഞു. വീണ്ടും നാളെ മുതൽ നമ്മൾ കാണാൻ പോകും. ഇവിടെ പറയാറുണ്ട്, ആദ്യം ഉദിക്കുക എപ്പോഴാണെന്നറിയോ? ഇത്തരം കാര്യങ്ങൾ സത്സംഗമേ എന്നുള്ള പതേ ഭാഗവതം ഓരോടെ കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും, നിങ്ങൾ എന്നെ തൊഴുതു പോകുന്നതിനേക്കാൾ ശ്രേഷ്ഠം നിങ്ങൾ ഭാഗവതം കേൾക്കുക. സത്സംഗമേ, സത്സംഗമാണ് സർവശ്രേഷ്ഠം. അതെന്താ ഞാൻ പറയാൻ കാരണം? കാരണം തൊഴുതു പോകുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ കുറെ ദൂരെ നിർത്തിക്കൊണ്ട് ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ ഏവം ദുർലഭ്യവസ്ഥയിൽക്കാണ്. എന്നാൽ സത്സംഗത്തിലൂടെ ഭഗവാൻ സുലഭതയെ ആഹസ്തലത്തെ നമ്മുടെ കൈകളിൽ ഭഗവാൻ കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ടെന്ന ബോധ്യം വരികയാണ് നമുക്ക്. അത് നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി തരികയാണ്. ആ കര അമലകത്ത് നോക്കിയാണ് നമുക്ക് ബോധ്യം വരുത്തി തരികയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തത കെട്ടിക്കഴിഞ്ഞാൽ മനസ്സിനെ ഇനിയും ഒരു പടി കടക്കാനുണ്ട്, പടി 6 കടക്കാനുണ്ട്. ഞാൻ ഈ ഒരു പടി കയറാനുണ്ട്. ആ പടി കയറാനുള്ള ഒരു ചെറിയൊരു കഴിവും കൂടെ നേടിക്കഴിഞ്ഞാൽ ജീവിതത്തെ നമുക്ക് വേറൊരു തലത്തിൽ കണ്ട് ആസ്വദിക്കാം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കാലത്ത് വരും. പക്ഷെ അതൊന്നും ഏൽക്കാത്ത ഭക്തി നിറഞ്ഞ ശക്തിയുള്ള ഉൾക്കരുത്തുള്ള ഒരു മനസ്സിൻ്റെ വേണം വേണം വേണം. അതിനാണ് നമ്മൾ ഈ ഭാഗവതം. അതാണ് നമ്മുടെ പൈതൃകം, ഉള്ളിലെ പൈതൃകം, ജീവന്റെ പൈതൃകം, ജീവന്റെ മഹത്വം. അതിലേക്കുള്ള തീർത്ഥയാത്രയാണ് നമ്മൾ ഇവിടെ നാളെ മുതൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാലത്ത് 6 മണിക്ക് നമുക്ക് 6 മണിക്ക് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി നമ്മൾ ആരംഭിക്കും. എല്ലാവരും വിഷ്ണു സഹസ്രനാമം ചൊല്ലാനായി എത്തിച്ചേരണം. കുട്ടികളെ കൂടെ പറ്റുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തുള്ളവരൊക്കെ കൊണ്ടുവരിക. കാരണം ഈ വിഷ്ണു സഹസ്രനാമം എന്നൊക്കെ പറയുന്നല്ലോ, ഈ ശബ്ദം കൊണ്ട് നമ്മൾ നാമം ചൊല്ലുന്നു. നമ്മുടെ ശിരസ് മുതൽ ശരീരം മൊത്തം 74,000 നാഡികളാണ്. നാഡി എന്ന് പറഞ്ഞാൽ അത് നെർവസ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, വെയിൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ഇതുവരെ കണ്ടുപിടിക്കാൻ നമ്മുടെ മെഡിക്കൽ സയൻസിന് സാധിച്ചിട്ടില്ല. 74,000 നാഡി. ഈ നാഡികളിലാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്, ജീവൻ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ ഈ നാമം ജപിക്കുന്ന സമയത്ത് ഈ നാഡീ പ്രവർത്തനങ്ങളൊക്കെ തലച്ചോറിലേക്കുള്ള നാഡീ പ്രവർത്തനങ്ങൾ ഉണർന്ന് അത് ഒന്നിച്ചു ചെല്ലുമ്പോഴാണ് കൂടുതൽ ശക്തി പ്രാപിച്ച് നമുക്കൊരു പരീക്ഷണം നടത്തണം. ഹിന്ദുക്കളെ തെളിയിക്കണം. വിഷ്ണു സഹസ്രനാമം ചൊല്ലി ശീലിച്ചു കഴിഞ്ഞാൽ പ്രായമാകുന്നവർക്കുണ്ടാകുന്ന ഈ പാർക്കിൻസൺ തുടങ്ങിയ അസുഖങ്ങൾ അത് ഉറക്കച്ചൊല്ലണം. മനസ്സിൽ ചൊല്ലിയിട്ടായിരിക്കും, മനസ്സിലല്ല ചൊല്ലുന്നത്. നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ എന്താണ് നാഡികളിലേക്ക് സ്പന്ദനം വരണം. അപ്പോഴാണ് തലച്ചോറിലേക്കുള്ള നാഡികളൊക്കെ ശക്തിപ്പെടുന്നത്. അതുപോലെ തന്നെ സ്ട്രോക്ക് വരിക, ഹാർട്ട് അറ്റാക്ക് വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ മന്ത്രം കൊണ്ട് എത്രമാത്രം നമുക്ക് നേരിടാൻ സാധിക്കും. അതുപോലെ മനസ്സിനെ എത്രമാത്രം ശക്തിയുള്ളതാക്കാൻ സാധിക്കും, മനസ്സിനെ എത്രമാത്രം ശുദ്ധീകരിക്കാൻ സാധിക്കും. ഇതൊക്കെ മന്ത്രങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് ഇവിടെ നമ്മൾ ജപിച്ചുകൊണ്ട് നമ്മളൊരു ലാബ് ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമം ഒന്നിച്ച് ചൊല്ലുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അതുകൊണ്ട് കുട്ടികളൊക്കെ കൊണ്ടുവരണം. നമ്മൾ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ചൊല്ലുന്ന പോലെയല്ല, ഒന്നിച്ച് നാളെ നിങ്ങൾക്ക് മനസ്സിലാവും 6 മണിക്ക് നമ്മൾ ചൊല്ലിപ്പോൾ. അപ്പം അങ്ങനെ നമുക്ക് 6 മണിക്ക് തുടങ്ങി. പിന്നെ അനവധി പരിപാടികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആദരിക്കൽ ചടങ്ങുകളും ദൃശ്യ ആവിഷ്കാരങ്ങളും പലതും നടന്നുകൊണ്ടുള്ള ഒരു ധന്യമായ ഭാഗവത സപ്താഹം.
നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ലോണ്ടറിയിൽ തുണി കൊടുത്തു കഴിഞ്ഞാൽ അവരലക്കി അയൺ ചെയ്ത് തരുന്ന പോലെ 7 ദിവസം കഴിഞ്ഞ് സപ്താഹം കഴിഞ്ഞാൽ നിങ്ങൾ അലക്കി തുണി തരുന്നു. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ശാക്തീകരിച്ച് പവിത്രീകരിച്ച് അതിനെ കൃഷ്ണചൈതന്യം നിറച്ചതാക്കി നമുക്ക് കൊണ്ടുപോകണം. അങ്ങനെ ജീവിതം ധന്യമാക്കാൻ കിട്ടിയ ഒരു പൂർണ്ണ ഭാഗ്യം അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഇടയിൽ കൂടുതൽ ശക്തി ചടങ്ങുകളുണ്ട്. ഇതൊക്കെ ചടങ്ങുകളില്ല. അപ്പോൾ വിഷുക്കൈ ചടങ്ങ് കൂടിയിട്ട് നമ്മൾ നേരത്തെ തുടങ്ങിയതുകൊണ്ട് എല്ലാവരും കാലത്ത് 6 മണിയാകുമ്പോഴേക്കും എല്ലാവരും എത്തിച്ചേരുക. ഇത് തോന്നുന്നു പൈതൃകം 3 നേരം ഭക്ഷണം 4 നേരം ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിക്കുന്ന പായം അല്ലെങ്കിൽ കൂടി കിട്ടും. എന്തായാലും എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പറയുന്നത് കുറച്ചുകൂടി ഫാൻ AC എയർ കൂളർ ഫാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. എല്ലാവർക്കും അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നാളെ മുതൽ കുറച്ചുകൂടി എല്ലാവർക്കും കംഫർട്ടബിളായിട്ട് ഇരിക്കാവുന്ന ഈ ചൂടും നാളെ വീശാൻ കഴിയുന്നതാവില്ല. ആ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ളത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടാവും. നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട. രാവിലെ ഇങ്ങോട്ട് വരിക. പറ്റുകയാണെങ്കിൽ കുട്ടികളെയൊക്കെ കൊണ്ടുവരിക. അടുത്തുള്ള കുട്ടികളൊക്കെ വരട്ടെ. നമുക്കൊരു ഭാഗവത ഉത്സവം ഇവിടെ ആഘോഷിക്കണം. വേണ്ടേ? എന്നൊരു വികാരം വേണ്ടേ? ഒരു ഭാഗവത ഉത്സവം നമുക്ക് കേരളത്തിനെ മാറ്റിമറിക്കണം. നമ്മുടെ ഒരു വഴിതെറ്റിപ്പോയ ഹിന്ദു സമൂഹത്തിന് ഒരു വഴികാട്ടികളായിട്ട് നമ്മൾ മാറണം. വേണ്ടേ? വേണമേ? ഇനി ഒരു കുട്ടിയും നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യ ചെയ്ത് ഒരു കുട്ടിയും വഴിതെറ്റിപ്പോയത് ഞാനത് നിങ്ങളോട് വെറുതെ പറയില്ലേ. ഞാൻ കടപ്പനായിട്ട് കണ്ണൂരിൽ സപ്താഹത്തിന് പോയത്. അവിടെ കുറേ രാഷ്ട്രീയത്തിൽ അതിപ്രസരമുള്ള സ്ഥലം. അപ്പം അവര് പറയാണ് ഇതൊക്കെയാണ് ഭാഗവതം മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വഴിക്ക് പോവുകയും സാധിക്കുന്നു. അപ്പം നമ്മുടെ അടുത്ത് പറ്റിയ അർത്ഥം വെച്ചാൽ ഇവരൊക്കെ വേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം ഈ 2024 4 സപ്താഹങ്ങളാണ് കണ്ണൂർ ഭാഗത്ത് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതും വലിയ വലിയ പാർട്ടി ഗ്രാമങ്ങളെന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് അവർ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ സംഘാടകർ ചോദിക്കുകയാണ്, സ്വാമി വേറെ ഒന്നും പറയരുത്, ഭാഗവതം മാത്രമേ മതിയാവൂ, കാരണം ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കണമെന്നുള്ളത്. പിന്നെ നമ്മുടെ ഭാഗവതത്തിനെ പറയുന്നത് നിങ്ങൾ വേറെ വിചാരിക്കരുത്. പക്ഷെ ഭാഗവതത്തിലുള്ളത് പറയുമ്പോൾ അത് ചിലപ്പോൾ ചിലർ കൊള്ളുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ടില്ല, ഇന്നലെ രാമന്റെ ഒരു രൂപം അവിടെ വെച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വരെ ഡിസ്റ്റർബ് ആവുന്ന വല്ല കാര്യമുണ്ടോ? രാമൻ, അയോധ്യയിലെ രാമൻ, അതെന്താണ് അത്ര ഒരു വൈകാരികമായ പ്രശ്നം ഉണ്ടാക്കുന്നത്? കേരളം അത്ര ഒരു ഹിന്ദു സംസ്കൃതിയോട് വിരോധം കാണിക്കുന്ന ഒരു നാടായി മാറി. നമ്മളത് മാറ്റിയിരിക്കും. മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണൻ പേര് നയിച്ചതിന് ഈ കാലഘട്ടത്തിൽ നമ്മളെ പേര് നയിച്ചിരിക്കും. അനുഭവം പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ, അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരെയും അവരവരുടെ പൈതൃകത്തിലേക്ക് എത്തിക്കാൻ അതിന് നമുക്ക് സാധിക്കട്ടെ. കരുത്ത് ഭഗവാൻ തരട്ടെ, അനുഗ്രഹം ചൊരിയട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ട് എല്ലാവർക്കും ഈ പൗരവിധ ചടങ്ങിന് നന്ദി പറയുന്നതിനായിട്ട് വക്കീൽ കൺവീനർ പ്രഭാകരൻ ഡോക്ടർ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ ദേവമാസാദ് എല്ലാവർക്കും വിഷു കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിച്ച് വേണം പോകാനെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിശ്വാനിദേവ സവിത ദുരിതാനികരാസുവയത്തിരന്തന്ന ആസുവ. വിശ്വത്തിൽ നല്ലത് മാത്രം നമുക്ക് കിട്ടണേ, നല്ലത് മാത്രം എല്ലാവർക്കും കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയാണ്. എല്ലാവർക്കും നമസ്കാരം. സ്റ്റേജിലെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന സാർ